DCC ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധം ഓഫീസിന് മുന്നിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സംഘർഷത്തിന്റെ സാഹചര്യം കൂടി കാണുകയാണ്. ഓഫീസ് ആക്രമിക്കാനുള്ള SFIക്കാരുടെ പ്രതിഷേധമാണ്. SFIക്കാരെ പോലീസ് തടയുന്നുണ്ട്. സംഘർഷഭരിതമായ സാഹചര്യമാണ്. കണ്ണൂരിൽ നിന്ന് ആരോഗ്യമന്ത്രിക്ക് 3 പരിപാടികളായിരുന്നു. പരിപാടിക്കിടെ ഒക്കെ തന്നെയും കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. പെരിങ്ങോത്ത് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധത്തിന് നേരെ CPMന്റെ ആക്രമണവും ഉണ്ടായി എന്ന് ലീഗ് ആരോപിക്കുന്നത്. അങ്ങനെയുള്ള അക്രമ സംഭവങ്ങളും ഇടയ്ക്ക് അരങ്ങേറുന്നു. അതിനുശേഷമാണ് സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ സംഘർഷത്തിന്റെ സാഹചര്യമാണല്ലോ. ഇവിടെ ഇപ്പോൾ SFI ആണോ പ്രതിഷേധമായി തിരിക്കുന്നത്? DCC ഓഫീസിലേക്ക് പ്രതിഷേധമായി വന്നു. പോലീസ് ഒപ്പമുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് തന്നെ പ്രകോപനപരമായി മുദ്രാവാക്യം മുഴക്കി പോലീസ് DCC ഓഫീസിന്റെ ഗേറ്റ് പൂട്ടി. ഗേറ്റ് മറികടക്കാൻ വേണ്ടി SFI പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് തടഞ്ഞു. ആ ഘട്ടത്തിൽ DCC ഓഫീസിൽ നമ്മൾ ഉൾപ്പെടെയുള്ള അർത്ഥസംഘം DCC ഓഫീസിലുണ്ടായിരുന്നു. കാരണം നമുക്ക് ഗസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ DCC ഓഫീസിലുണ്ടായിരുന്നു. ആ സമയത്ത് DCC ഓഫീസിലുള്ളവർ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ആ ഘട്ടത്തിലാണ് തുരുതുര കല്ല് SFI പ്രവർത്തകർ DCC ഓഫീസിന് നേരെ വലിച്ചെറിഞ്ഞു. തെറിവിളികളുണ്ടായി. പ്രകോപനപരമായി മുദ്രാവാക്യമുണ്ടായി. അകത്തുള്ള വലിയ സംഘർഷത്തിന്റെ സാഹചര്യമാണ്. പ്രകോപന മുദ്രാവാക്യങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിഷേധമുണ്ട്. DCC ഓഫീസിന് മുന്നിൽ സംഘർഷത്തിന്റെ സാഹചര്യമാണ്. പരിക്കേറ്റ പ്രവർത്തകൻ ചുണ്ടിൽ ചോരയുമായി നിൽക്കുന്നു. അത് ഏത് പ്രവർത്തനാണ്? KSC പ്രവർത്തനാണോ? KSC പ്രവർത്തകന് പരിക്ക് പറ്റിയിരിക്കുന്ന മുഹമ്മദ് ഷമ്മാസ് ഉൾപ്പെടെ പ്രവർത്തകരുണ്ട്. KSC പ്രവർത്തകന്റെ ചുണ്ടിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതായത് DCC ഓഫീസിനകത്തുണ്ടായിരുന്ന KSC പ്രവർത്തകരാണ്, കോൺഗ്രസ് പ്രവർത്തകരാണ് പുറത്തേക്ക് വന്നത്. അവർ DCC ഓഫീസിനകത്താണ് ഉണ്ടായത്. കല്ലേറുണ്ടായ ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ റോഡിലേക്ക് ഇറങ്ങുകയാണ്. പോലീസ് ഇടപെട്ട് കല്ലും വടിയുമായിട്ടാണ് അവിടേക്ക് SFI പ്രവർത്തകർ എത്തിയത്. കക്ഷിയിൽ നിന്ന് മുഹമ്മദ് ഷമാസ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അവിടെ പോലീസുമായി വാക്കേറ്റം നടക്കുന്നു. സംഘർഷാവസ്ഥയാണ് കണ്ണൂരിലാകെ. DCC ഓഫീസിൽ ആക്രമിക്കാൻ ശ്രമമെന്ന് തന്നെ പ്രവർത്തകർ ആരോപിക്കുന്നത്. കല്ലും വടിയുമായിട്ട് എത്തിയതാണ്. പ്രവർത്തകന് പരിക്കുമേറ്റിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. തോന്നിയാസം